വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം യാക്കോബിനോട് അരുളിച്ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. ഉൽപ്പത്തി 35-1 യാക്കോബും കൂടെയുണ്ടായിരുന്നവരും കാനാൻ ദേശത്ത് ബേഥേൽ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. പാദാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളിച്ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേർ, എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. ദൈവം അവനോട് വീണ്ടും അരുളിച്ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ടിയുണ്ടായി പെരുകുക. ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും. അബ്രഹാത്തിനും യിസ്ഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. ഉൽപ്പത്തി 35-9-12 വരെയുള്ള തിരുവചനങ്ങൾ. റാഹേൽ തൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചു. കുഞ്ഞ് രക്ഷപ്പെട്ടു. കുഞ്ഞിന് ബെഞ്ചമിൻ എന്ന് പേരിട്ടു. അങ്ങനെ യാക്കോബിൻ്റെ 12 പുത്രന്മാരാണ്. ലേയായിലൂടെയുള്ള റൂബൻ, ശെമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ. റാഹേലിലൂടെ ജോസഫ്, ബെഞ്ചമിൻ. ബിൽഹായിലൂടെ ദാൻ, നഫ്താലി. സിൽഫായിലൂടെ ഗാദ്, ആഷേർ. ഈ 12 പേരിൽ നിന്ന് 3 ഗോത്രങ്ങൾ ഉത്ഭവിച്ചു: ലേവി, യൂദ, എഫ്രൈം. ഈ 3 ഗോത്രങ്ങളിൽ നിന്നാണ് 12 സാമ്രാജ്യങ്ങൾ ഉരുത്തിരിയുന്നത്. ആ 12-ൽ ലേവിയും യൂദായും ഒഴികെ 10 പേർ യാക്കോബിൻ്റെ മക്കളും 2 പേർ ജോസഫിൻ്റെ മക്കളായ എഫ്രൈമും മനസ്സയും. ഇസഹാക്ക് മരിക്കുമ്പോൾ അവന് 180 വയസ്സായിരുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.